ചേർത്തങ്ങളെ ശരി, എല്ലാം പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങള് നൈജീരിയയിലേക്കും വന്നു വരും. ഓക്കെ ശരി, അടിച്ചു പൊളിച്ചിട്ട് വരൂ. ടിൻ പിൻ സ്റ്റോറീസിന്റെ കെനിയ എക്സ്പെഡീഷൻ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നൈറോബി വിട്ട് നമ്മുടെ കെനിയൻ എക്സ്പെഡീഷൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ ഒരെണ്ണം ഇങ്ങോട്ട് വരുന്നതും പിന്നെ ഒരെണ്ണം ഇവിടെ നൈറോബിയിലത്തെ കുറച്ച് വിശേഷങ്ങളും കഥകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും ശരത്തങ്ങളും കൂടിയിട്ട് അംബോസലി നാഷണൽ പാർക്കിലേക്ക് ഓടിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 225 കിലോമീറ്റർ ഉണ്ട്. 4-5 മണിക്കൂർ എടുക്കുമായിരിക്കും. ഇടയ്ക്ക് നമ്മൾ നിർത്തിയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ ശരത്തങ്ങൾ താഴെ വണ്ടിയുടെ ഇടയ്ക്ക് ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ എന്തേ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് പോകാം കേട്ടോ. അടുത്തൊരു 5 ദിവസം ഞാനും ശരത്തങ്ങളും കൂടിയിട്ട് ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യാൻ പോണേ. ബാഗും സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു കേട്ടോ. നിങ്ങൾ എത്ര മണിക്കൂർ എടുക്കും? 4-5 മണിക്കൂറല്ലേ എടുക്കുക വണ്ടി ഓടിക്കാൻ? മതി അല്ലേ? ഇടയ്ക്കിൽ നിർത്തി പോവാം. ഓക്കെ, അപ്പം അങ്ങള് സെറ്റാണ്, ഞാനും സെറ്റാണ്. നമ്മളടുത്തൊരു 5 ദിവസത്തേക്ക് അല്ലേ, 5-6 ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കും യാത്ര ചെയ്യുന്നത്. എക്സൈറ്റഡ് ആണ് അല്ലേ? അങ്കിളിന് ഈ വഴിയൊക്കെ പോയി അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇത് കാണുന്ന നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും നമ്മുടെ ഇനി എക്സ്പെഡീഷൻ സീരീസിന്റെ 3ാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. സമയം രാവിലെ 7:30. ഞങ്ങളൊരു 7 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. ഒത്തിരി ഡിലേ ആയി പോയിട്ടോ. ഈ കെനിയയിലെ ആൾക്കാർ നേരത്തെ ജോലിക്ക് പോകത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെ നല്ല ട്രാഫിക്കാണ്. ട്രാഫിക് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു എക്സ്പ്രസ് വേയിലേക്ക് കയറാനുള്ളൊരു പരിപാടിയാണ്. അത് ആൾക്കാരൊക്കെ വാനിലും പിന്നെ നടന്നു പോകുന്ന കുറേ പേരുണ്ട് അല്ലേ ഇവിടെ, നടന്ന് ജോലിക്ക് പോകുന്നവർ. അത് ഈ കോസ്റ്റ് സേവ് ചെയ്യാനാണോ? കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഊബർ ടാക്സിയൊക്കെ കാശ് കൂടുതലാ? അധികം ഇവിടുത്തെ ലോക്കൽസ് ആണ് നടന്നു പോകും. അവർക്ക് അത്ര വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് നടന്നു പോകും. 10 കിലോമീറ്റർ ദിവസം ജോലിക്ക് പോകണല്ലേ. നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടന്നു പോകണതാണ്. കുറെ ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കൊക്കെ ആയിട്ട് നടന്നു പോകണതാണ്. അപ്പം അതിങ്ങനെ അവർക്ക് ഈ പൈസയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, സിവിക് സെൻസിന്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പൊ വണ്ടി ഓടിക്കുന്ന ലെയിൻ ഡിസിപ്ലിനും ഇതൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മളൊരു എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ടോള് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഫാസ്ടാഗ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ്. അത് ഇവിടെ എം-പൈസ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ എം-പൈസ ത്രൂ ആണ് ഇവിടെ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത് കേട്ടോ. അവിടെ അതിൻ്റെ സ്ലിപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി നിർത്തി കുറച്ച് ദൂരത്തായിപ്പോയി. എത്ര രൂപ അത്? ഓക്കെ. അപ്പോൾ എത്ര യൂസ് ചെയ്യുന്നതനുസരിച്ചല്ലേ? ഒറ്റ ടോളല്ല നമ്മുടെ നാട്ടിലെ പോലെ. ഓക്കെ. അപ്പോൾ നമ്മളെവിടെ ഇറങ്ങുന്നോ അതിനനുസരിച്ചാണ്. അപ്പോൾ കുറച്ച് ദൂരം പോയാൽ അത്രയേ ഉള്ളൂ ടോള്, കുറേ ദൂരം പോയാൽ അതിനനുസരിച്ച് ടോള് കൂടും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എൻ്റെ ഒരു QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത സ്ഥലത്ത് സ്കാൻ ചെയ്യുമായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ആകെ മൂടി കെട്ടി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു, അയ്യോ ഇന്ന് മഴ ദിവസമാണല്ലോ എന്ന്. പക്ഷെ നമ്മൾ പോകുന്നതോറും ദൂരെ നമുക്കിങ്ങനെ കാണാം മേഘം അങ്ങനെ വന്നിട്ട് എൻഡ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എക്സ്പ്രസ് ഹൈവേ ഇത് ചൈനീസ് പണിതല്ലേ, ചൈനക്കാർ പണിതിട്ട് അവർ തന്നെ ടോള് പിരിച്ചെടുത്ത് അവരാണ് മൊത്തം മാനേജ് ചെയ്ത് കൊണ്ടുപോകണത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പോകുന്നപ്പോൾ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തു കൂടെയൊക്കെയാണ് പോണത്. അപ്പം അതേ നമുക്ക് കാണില്ല, പക്ഷേ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് പോണത്. ഈ ഒരു ഏരിയ മൊത്തം ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയ ആണ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസും ഇൻഡസ്ട്രീസും ഒക്കെയാണ്. എക്സ്പ്രസ് ഹൈവേ തീർന്നു കേട്ടോ. നമ്മളൊരു ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും ഇതിൽ അല്ലേ? ഇതെന്താ മൊലോലോങ്കോ? ഓക്കെ, അത് സ്ഥലത്തിൻ്റെ പേരാ? ഓക്കെ. അപ്പോൾ അത് എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞു. ഇനി നമ്മൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ നാഷണൽ ഹൈവേ A109 തോന്നുന്നു കയറണേ. അതായത് ഇത് മൊംബാസയൊക്കെ പോകുന്ന റൂട്ടാട്ടോ. അപ്പോൾ ഇത് കെനിയയുടെ ഒരു ആർട്ടറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ A109 പോയിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളത് തിരിഞ്ഞ് C102 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈവേയിലേക്ക് കയറിയിട്ടാണ് ഈ അംബോസലി നാഷണൽ പാർക്കിലേക്ക് പോകണം കേട്ടോ. ചരിത്രങ്ങൾ കെനിയയിൽ വരുന്നത് 1989 നവംബർ ഡിസംബർ ഏതോ മാസത്തിലാണ് കേട്ടോ. അതായത് ഞാൻ ജനിച്ചത് ഒക്ടോബർ 89 അപ്പോൾ എൻ്റെ പ്രായമുണ്ട് അങ്കിൾ ഇവിടെ വന്ന് താമസിക്കണം. 36 കൊല്ലമായിട്ട് അങ്ങളിവിടെ കെനിയയിലാണ്. അപ്പോൾ ഇടയിൽ എപ്പോഴും
മിഡിൽ ഈസ്റ്റിലും ഒക്കെ നൈജീരിയയിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴി ഭയങ്കര രസമാട്ടോ കാഴ്ചകൾ. ആ ആകാശം നീല കളറായപ്പോൾ മൊത്തം ഭംഗിയൊക്കെ മാറി. ഇത് നാഷണൽ പാർക്കാണോ കാണുന്നത്? നാഷണൽ പാർക്കിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലേ. ഈ അതിൽ പറഞ്ഞു അങ്ങൾ ഈ ഓവർലാൻഡിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് ആഫ്രിക്കയിൽ. അത് എവിടെ നിന്ന് എങ്ങോട്ടാ ചെയ്തത്? അത് ഞാൻ കെനിയയിൽ ബോട്സ്വാന വരെ. ഇത് ഏതുമല്ല 3 years. ആ ശരി, റീസെന്റ് ആയിട്ടാണ് ചെയ്തത്. ഞാനേ സത്യം പറയട്ടെ, ഞാൻ അതുലിന്റെ അടുത്ത് സംസാരിച്ച് ഞാൻ അതുലായിട്ട് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ അതുലിന്റെ അടുത്ത് പറഞ്ഞു ആദ്യത്തെ കുറച്ച് ദിവസം ഹരി അച്ഛന്റെ കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യണമെന്ന്. അപ്പൊ എനിക്ക് അങ്കിളിനെ അറിയില്ലല്ലോ, രണ്ട് പരിചയമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു അച്ഛൻ കംഫർട്ടബിൾ ആയിരിക്കുമോ, അതായത് നമ്മൾ ജെല്ലായി പോയാലാണോ ഈ യാത്ര നന്നായി പോകുള്ളൂ. അപ്പോഴാണ് അതിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, അച്ഛൻ ഇതുപോലെ ഓവർലാൻഡിങ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, അച്ഛൻ നമ്മളെക്കാൾ വലിയ ട്രാവലറാണെന്നാണ് പറഞ്ഞത്. അപ്പൊ വേറെ എവിടെയൊക്കെ പോയി നിങ്ങൾ ഇവിടെ ആഫ്രിക്കയിൽ? ഈ ട്രിപ്പില് നമ്മള് ടാൻസാനിയ, മലാവി, സിംബാബ്വെ, സാംബിയ. പക്ഷെ നമ്മുടെ ട്രിപ്പ് സൗത്ത് ആഫ്രിക്ക വരെ പോകാനായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 2 പേരുണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ടായിരുന്നു. അപ്പൊ അവർക്ക് വിസ കിട്ടാൻ പല സ്ഥലത്തും പ്രശ്നമായി. പിന്നെ നമ്മൾ മലാവിയിൽ ചെന്നപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലാവിയിൽ നമ്മൾ കടന്നതിന് ശേഷം അറിയാൻ അവിടെ പെട്രോൾ ഇല്ല. അങ്ങനെ നമ്മൾ പിന്നെ ബ്ലാക്കിലൊക്കെ മേടിച്ച് നിയറസ്റ്റ് ഒരു എക്സിറ്റ് പോയിന്റ് നോക്കിയോ. പിന്നെ അതിൽ തന്നെ നമ്മുടെ മൊസംബിക്ക് ഉണ്ടായിരുന്നു കവർ ചെയ്യാൻ. അത് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോയോണ്ട് അത് കാണാൻ പറ്റി. അപ്പോൾ ഈ അങ്കിളിനെ ഇങ്ങനെ വണ്ടി ഓടിക്കണതിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഞാൻ നാട്ടിൽ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഇത് അപ്ലൈ ചെയ്തത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതായത് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടേ എനിക്കിത് കിട്ടുള്ളൂ എന്നുള്ള അത്രയും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എടുത്ത് വയ്ക്കാം. പിന്നെ വിസയൊക്കെ കിട്ടിയിട്ട് വേണമല്ലോ ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഒരുപാട് വൈകി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് നിരപ്പായ സ്ഥലമാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ മരങ്ങൾ, ബുഷസ് ഒക്കെയാണ് കാണുന്നത്. ഇവിടെ അതെ കേട്ടോ, ഇതുപോലെ നിറച്ച് ബുഷസാണ്. പക്ഷെ ആ ഒരു ഭാഗത്തേക്കാണ് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ചില ഭാഗത്ത് ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിൽ കൂടെ വെയിലൊക്കെ അടിച്ച് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ചിലപ്പോൾ ജിറാഫിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അതിന് ഹൈറ്റുള്ളതുകൊണ്ട് ഇടയ്ക്ക് കാണാൻ ചാൻസ് ഉണ്ട്, ഉറപ്പൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി പോവാണ്. ചിലപ്പോൾ കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോർത്ത് ഈസ്റ്റ് പോയപ്പോൾ റൈനോനെ കണ്ടില്ലേ പോകുന്ന വഴി. അപ്പോൾ അതുപോലെ നമുക്കിവിടെ ജിറാഫിനെ കാണാം. ഞങ്ങളൊന്ന് വണ്ടി തിരിച്ചാട്ടോ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏതോ ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയതാണ്, അതിവിടെ ഇല്ല. ഉണ്ടോ എവിടെ? ഓക്കെ. അപ്പോൾ ഷെല്ലിൻ്റെ ഒരു പമ്പുണ്ട് എൻ്റെ ബാക്കിൽ. അത് ക്വിക്ക് മാർട്ട് അങ്ങനെയാണോ? അല്ലല്ല, റെസ്റ്റോറൻ്റ് ആയിട്ടാണ്. അയ്യോ, അത് തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം വിചാരിച്ചത് ക്വിക്ക് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിയിട്ട് പോണ വഴിക്ക് കഴിക്കാമെന്നാണ്. പിന്നെ എക്സ്പ്രസ് വേ കയറിയപ്പോൾ വിട്ടുപോയി തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് തപ്പാണ് ഭക്ഷണം കഴിക്കാൻ. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പ് ഓവർ ഉണ്ട് കേട്ടോ. മിനി മാർട്ട് കഫേ ഒക്കെ ആയിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ 2 ആൾക്കാർ നിന്ന് അതിൽ കയറാൻ പറയണം. നമ്മുടെ നാട്ടിലൊക്കെ കാണില്ലേ ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് കയറി കയറുന്ന പറഞ്ഞു. അപ്പോൾ അതുപോലെ ഉണ്ട്. ചെറുതാട്ടോ, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ അല്ലേ. വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം. ഡിസ്റ്റിങ്ക്റ്റിൽ കയറിയിട്ട് ഞങ്ങൾ 2 കാപ്പിയും ബ്രെഡ് ടോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ബ്രെഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇവർ തന്നെ എടുത്ത് അവർ ടോസ്റ്റ് ചെയ്ത് നമുക്ക് തരും. പിന്നെ അങ്കിളെന്തോ സമോസയും പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തുണ്ടല്ലോ കുറേ കിളികളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരെണ്ണത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഒരെണ്ണം സൂപ്പർ സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിയാട്ടോ. അതിൻ്റെ മേത്ത് എന്തൊക്കെ തരം കളറുകളാണെന്നറിയോ, എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് കൂടാണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ചവിട്ടിലക്കിളി പോലെ അവിടെ കുഞ്ഞി 2 കിളികളുണ്ട്. എന്താ എനിക്ക് അതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്താണെന്ന് ക്യാമറയിൽ കിട്ടുന്നില്ല. ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കിളികൾ. എന്തോ ബുൾബുളോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നല്ല രസമുണ്ട്. അതിൻ്റെ കളർ എന്ത് രസമാണെന്നറിയോ. അപ്പോൾ അതെ അങ്കിളവിടെ എന്തോ നാട്ടിലേക്ക് ഫോണൊക്കെ വിളിച്ച് സമോസയും ബ്രെഡും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ കാപ്പി, അത് അങ്കിളിൻ്റെ കാപ്പി കേട്ടോ. സമോസ എന്താ ചിക്കനാണോ ബീഫാണ്? ഞാൻ കഴിക്കും. ആണോ? എന്നാ പറയാറുണ്ട്. ഹലോ, can I have one samosa? One samosa. Yeah. Lemon water. Okay.
ആൻഡ് വൺ ലെമൺ ഇതിലിടാനാ സമോസയിൽ? അങ്ങനെ കഴിക്കും ഇവിടെ. അതെ അല്ലേ, ടോസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞില്ലേ അവരോട്? അതൊന്നും മനസ്സിലായിട്ടില്ല. അടിപൊളി കേട്ടോ, നന്നായിട്ടുണ്ട് അല്ലേ? ഇത് എല്ലായിടത്തും ഈ ഒരു ടേസ്റ്റ് വരാ? ആ, ഞാൻ ആദ്യം സമോസ എന്ന് പറഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെയാണെന്ന് വിചാരിച്ചു. അടിപൊളി കേട്ടോ, നല്ല നല്ല സമോസയാണ്. ഈവൻ കാപ്പി അതെ, ബ്ലാക്ക് കോഫിയാണ് നല്ല. ഇവിടെ ഡെമോണ്ടെ അങ്ങനെ എന്തോ ഒരു കോഫി കിട്ടും അല്ലേ? ആ, ഡോർമെൻസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ പൊടിച്ചതില്ലേ, അതാ ടേസ്റ്റ് കൂടുതൽ. അതിവിടെ ലോക്കൽ കെനിയൻ ലോക്കൽ കോഫിയാണ് അല്ലേ? സമോസ അല്ലാണ്ട് ഞങ്ങളൊരു ഓംലെറ്റും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ടൂറിസ്റ്റ് ബസ് വന്നു, ഒരു വോൾവോ പോലെ. അവിടുന്ന് ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ ഇവിടെ അവർ ഒരു കയ്യിലൊരു ബെല്ല് വെച്ചിട്ട് ആൾക്കാരെ അകത്തേക്ക് വിളിക്കുക കേട്ടോ. അപ്പോൾ ലോക്കൽസ് ഉണ്ട്, ഫോറിൻ ടൂറിസ്റ്റ് ഉണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ബസ്സുകൾ നിർത്തില്ലേ അതുപോലെ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടുത്തെ നല്ല ടെമ്പറേച്ചറാണ്. അതായത് ചൂട് മാക്സിമം സമ്മറിലൊക്കെ പോവാം, മാക്സിമം പോവാം 30-ലാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ മലയാളികളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോവാത്തതിൻ്റെ ഒരു കാരണം ഇവിടുത്തെ ക്ലൈമറ്റാണ്. ഇവിടെ ബാംഗ്ലൂർ മലയാളികൾ നിൽക്കില്ലേ അതുപോലെ. അപ്പോൾ ക്ലൈമറ്റ് നല്ലതാണ്, അതായത് ത്രൂ ഔട്ട് കെനിയ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. ഒരു റോഡ് ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെ വേണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുടിക്കാനുള്ള സാധനങ്ങൾ, ലെമൺ വാട്ടർ, ഓറഞ്ച് വാട്ടർ, പിന്നെ പലതരം ചിപ്സുകളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ സമോസയെ കൊണ്ടുവന്ന ആ കഫേയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ വന്ന ടൂറിസ്റ്റൊക്കെ അവിടെ പോയി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നു. ഇത് കൂടാണ്ട് ബിയറും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഫ്രിഡ്ജ് മൊത്തം അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ മൊത്തം ഇവിടുത്തെ ലോക്കൽ ബിയേഴ്സും അല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവന്നൊക്കെ ഉണ്ട്. ഈ ടസ്കർ ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബിയറാട്ടോ. പിന്നെ ഇത് കൂടാണ്ട് ആൽക്കഹോൾ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ കമ്പൂച്ച അങ്ങനത്തെ സാധനങ്ങൾ, സൈഡർ ഉണ്ട്. പിന്നെ ഈ ഇതുണ്ടല്ലോ കെനിയ കെയിൻ, ഇതിവിടെ ഭയങ്കര ഫേമസ് ആണ്. അത് ഈ കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്തോ ഒരു ലിക്കറാണ് കേട്ടോ. ലെമൺ ആൻഡ് ജിഞ്ചർ എന്തോ ആണ് അത്, എനിക്ക് തോന്നുന്നു വോഡ്ക പോലെ എന്തോ ആണ്. പക്ഷെ എന്തായാലും ഇതിവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ കെനിയ കെയിൻ എന്ന് പറയുന്നത്. ബ്രെഡൊക്കെ വാങ്ങി ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കണം. അവർ മറന്നുപോയി കൊണ്ടുവരാൻ. അപ്പോൾ അത്രയും നേരം ഇരുന്നിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഒരു 2 സമോസയും കൂടി പറഞ്ഞ് ഞങ്ങളതും കഴിച്ച് തിരിച്ച് കയറി. കുറേ സമയം അവിടെ പോയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് കുറേ ദൂരം മുന്നോട്ട് പോകുന്നു കേട്ടോ. ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാട്ടോ. മൊത്തം പച്ചപ്പാണ്, ഇങ്ങനെ എന്താ കണ്ണത്താ ദൂരത്ത് നടക്കുന്ന പുൽമേടുകളും പിന്നെ കുറേ അങ്ങനെ ബുഷസും അങ്ങനെ കുറേ നല്ല കാഴ്ചകളാണ്. പിന്നെ അത് ആ ഭാഗത്തൊക്കെ നിറച്ച് മലകളും ഒക്കെ കാണും. പിന്നെ ഇടയിൽ ഇങ്ങനെ കുറേ വില്ലേജസ് വരും, ചെറിയ ചെറിയ ടൗണുകൾ വരും. പിന്നെ ആൾക്കാരൊക്കെ വഴിയിൽ ഇങ്ങനെ തണ്ണിമത്തം വിൽക്കുന്നു, മസ്ക് മെലൺ വിൽക്കുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ചവണ അതൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാഴ്ച കാണുന്നത് ആൾക്കാർ ആടിനെയും പശുവിനെയൊക്കെ മേയിച്ചുകൊണ്ട് നടക്കണതാണ്. അതങ്ങനെ ഒരു 500 മീറ്റർ കൂടും അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആടിനെയൊക്കെ മേയിച്ച് പോകുന്ന കാഴ്ചകളും ഒക്കെ കാണും. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയായിരുന്നു ഈ ഭാഗത്ത് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആകെ പക്ഷേ ചോളം മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ വേറെയും പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് ഇത്രേ. അപ്പോൾ ഈ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റില്ലേ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലൊക്കെ ഉള്ള, അപ്പോൾ അവിടേക്ക് പോകുന്ന മിക്ക പച്ചക്കറികളും ഇവിടെ കെനിയയിൽ പ്രൊഡ്യൂസ് ചെയ്യണതാണ് അത്രേ. അപ്പോൾ ഇവിടെ നിന്നാണ്, അതായത് ഇവിടെ ഇവർ പറഞ്ഞ വേറൊരു കാര്യമാണ്, ഇവിടുത്തെ വായു, ഇവിടുത്തെ പച്ചക്കറി, ഇവിടുത്തെ മീറ്റ് ഇത് ഭയങ്കര ബെസ്റ്റാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങോട്ട് വരുമ്പോൾ പ്രതീക്ഷ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കെനിയ അല്ലെങ്കിൽ ഇങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പം ഇത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ മൈൻഡിലുള്ള ഒരു കെനിയൻ. അതായത് ഞാൻ പറഞ്ഞ എൻ്റെ മാത്രമല്ല, നമുക്ക് ജനറലി നമുക്കൊരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ. നമുക്ക് കെനിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആഫ്രിക്ക ഇതൊക്കെയാണ് മീഡിയ നമ്മളെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിവിക് സെൻസ്, അതാണ് ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഭയങ്കര ക്ലീനാണ്. ക്ലീൻ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീനാണ്. പിന്നെ റോഡൊക്കെ നല്ല റോഡാട്ടോ. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 3 ദിവസമായി. ഇത്രയും ദിവസമായിട്ട് ഒരു മോശം റോഡിൽ കൂടെ ഇതുവരെ പോയിട്ടില്ല. എല്ലാം നല്ല അടിപൊളി റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി തോന്നുന്നു, ഞങ്ങളെ തിരിയാറായി തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ നാഷണൽ ഹൈവേന്ന് നമ്മളിനി ഒരു ഡീവിയേഷൻ എടുക്കും. റൈറ്റ് എടുത്തിട്ട് 10 കിലോമീറ്റർ അല്ലേ ഡീവിയേഷൻ എടുത്ത് നമ്മൾ അംബോസലി സൈഡിലേക്ക് പോകും.
നമ്മൾ ഓൾമോസ്റ്റ് തിരിയാറായിട്ടോ. ഹിമാലി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അതേ വഴിയിലെ ആൾക്കാർ വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ കാണിക്കണുണ്ടോ സബോള, തക്കാളി, ഓറഞ്ച് ഇതൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം അങ്ങള് പറയണത് ഇതൊക്കെ ഇവിടെ ടാൻസാനിയ ബോർഡർ അടുത്താണ്. എന്താ പറഞ്ഞത്? ആ ഓക്കെ. അപ്പോൾ അതെ ഓറഞ്ച് മേടിക്കാൻ ഒതുക്കിയപ്പോഴത്തേക്ക് ഒരാൾ ഓടി വരുന്നുണ്ട് അവിടെ നിന്ന്. ഇതൊക്കെ ടാൻസാനിയ ബോർഡറിൽ നിന്ന് വരുന്നത് അത്ര. ആൾക്കാരിങ്ങനെ കുന്നുകൂടി വരും കേട്ടോ. ഓറഞ്ച് അല്ലാണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ട്. സബോള ഉണ്ട്. അംബോസലി നാഷണൽ പാർക്ക് എത്തുന്നതിന് ഏകദേശം ഒരു 100 കിലോമീറ്ററും കൂടി ബാക്കിയുണ്ടാവും. ഈ വഴിയിൽ മൊത്തം പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? അപ്പം ഞാൻ അങ്ങളുടെ അടുത്ത് നിന്ന് വണ്ടി ഒതുക്കും ചോദിച്ചാണ്. എന്ത് രസമാണെന്നറിയോ, ആ ഭാഗത്തൊക്കെ മൊത്തം വെള്ളയായിട്ട് ഇങ്ങനെ നിൽക്കണേ. ഈ ഒരു ഭാഗം മൊത്തം. പിന്നെ അവിടെയൊക്കെ കുറേ പശുക്കളൊക്കെ മീഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫെൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ വെള്ള കളറായിട്ടുണ്ട് നിൽക്കണേ ഈ പൂക്കൾ കാരണം. കെനിയ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഐ ആം ഇൻ ലവ് വിത്ത് കെനിയ കേട്ടോ. അടിപൊളിയാണ്. ശരിക്കും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. പെട്ടെന്നൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് ആനയ്ക്ക് ക്രോസ് ചെയ്യാൻ ഇട്ടേക്കുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ റോഡ് സൈഡിൽ ഈ വള്ളി തൂക്കിയിട്ടേക്കണുണ്ടോ? ഇത് ആനയ്ക്ക് പേടിയാത്രേ. ഇത് ഇലക്ട്രിക് ഇതാണോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എന്തേ കുറേ ഇരുമ്പിൻ്റെ ഇങ്ങനെ സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആന ക്രോസ് ചെയ്യില്ലാത്രേ. അപ്പോൾ ആന മെയിൻ റോഡിലേക്ക് ഇങ്ങനെ കയറി നടക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇട്ടേക്കണത്. ഇത് കൂടാണ്ടുണ്ടല്ലോ ഈ സൈഡിലൊക്കെ സ്ത്രീകൾ കറണ്ടടിക്കുമെന്ന് നോക്കട്ടെ കേട്ടോ. കറണ്ടടിക്കുന്നില്ല. കൂടാണ്ട് അയ്യോ കമ്പികൾ. കൂടാണ്ട് സ്ത്രീകൾ വഴിയിൽ ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ബനാന ഹൗ മച്ച്? What is she saying? I don't know what she's saying, but bananas. Ndizi ni pesa ngapi? Ndizi. And you're going to pay me for translations. You want bananas, right? Anataka ndizi. Eh. 10 shillings. 10 shillings. Yes, one a piece, 10 shillings. Okay. Yes. How many do you want before I leave such a... How many do you want before I leave such I can translate for you? I'm going this way. Thank you. Have water? No, thank you. You don't want water? Kenyan I- hospitality. Or you have water? Thank you so much. Karibu. അവിടെ അവരോട് സംസാരിച്ച് നിന്നപ്പോൾ ഒരു കുപ്പി വെള്ളം തന്നു കേട്ടോ. പഴത്തിന്റെ വില ചോദിച്ചതാ. പിന്നെ അങ്ങനെ സംസാരിച്ച് നിന്നു. ഒരു കുപ്പി വെള്ളം തന്നു വെറുതെ എനിക്ക്. അവിടെ കാറിൽ വന്നവര് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് വണ്ടിയിൽ വരയുമ്പോ കോറില്ലേ കമ്പി വണ്ടിയിൽ വരുന്നത്. അംബോസലി നാഷണൽ പാർക്ക് 22 കിലോമീറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു 200 മീറ്റർ കഴിയുമ്പോൾ റൈറ്റിലേക്ക് തിരിയാണ്. ഈ വഴിയാണ് അംബോസലി നാഷണൽ പാർക്കിലേക്കുള്ള വഴി. അവിടെ സെൻട്രിമിൻ്റെ ബോർഡുണ്ട്. അവിടെ കാണുന്ന ബോർഡ് ഉണ്ടല്ലോ, സെൻട്രിം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പ് സൈറ്റ്. എവിടെ അത് അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലുണ്ടല്ലോ കുറേ ക്യാമ്പ് സൈറ്റുകളുണ്ട്.
ഇത് കൂടാതെ നമുക്കിപ്പോൾ പോയി ക്യാമ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചില വണ്ടികളുടെ മുകളിലൊക്കെ ആൾക്കാർ ടെൻറ്റൊക്കെ അടിച്ച് കണ്ടിട്ടില്ലേ, അപ്പോൾ അങ്ങനെ പോയി ക്യാമ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ക്യാമ്പ് ചെയ്യാം. അപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങൾ പറയണത് ഈ റേഞ്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവർ നമ്മളെ രാത്രി പ്രൊട്ടക്ട് ചെയ്യും, അതായത് മൃഗങ്ങളൊക്കെ വരാതെ നോക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതേ ഈ വഴിയിലൂടെ കയറിയോട് കൂടിയിട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇത് എന്തിനാ ഈ വിറക് പോലെ കൂട്ടിയിട്ടേക്കണതാ? ഫയർവുഡ് ആയിട്ടല്ലേ? അല്ല, അതിലെന്തോ കെട്ടിയിട്ടുണ്ട്, എന്തോ ഒരു പച്ച കളറില്. അപ്പൊ അതാ ഞാൻ ചോദിച്ചേ. ആ, അപ്പൊ അങ്ങനെ കെട്ടി അങ്ങനെ കെട്ടി എടുത്തോണ്ട് വന്നായിരിക്കും. അമ്പ് സെൻട്രിം 2 കിലോമീറ്റർ എഴുതിയില്ലേ? ലെഫ്റ്റ്. അപ്പൊ അവിടെ കാണുന്നതാണ് കേട്ടോ അംബോസലി നാഷണൽ പാർക്കിന്റെ കിമാന ഗേറ്റ് അല്ലേ? അപ്പോൾ ആ കാണുന്നതാണ് സെൻട്രിം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പ്. ഇവിടുന്ന് 2 കിലോമീറ്റർ എന്നിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ അവിടെ പോയി ചെക്കിനൊക്കെ ചെയ്തിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ആണ് ഇങ്ങോട്ട് വരിക കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല, അടുത്ത വീഡിയോയിലായിരിക്കും കാണാം. കാരണം അതൊരു 4-5 മണിക്കൂറുണ്ട് അല്ലേ നിങ്ങളെ? 4 മണിക്കൂർ 5 മണിക്കൂറിൻ്റെ പരിപാടിയാണ്. ജംബോ എന്ന് പറയുമ്പോ ജംബോ തന്നെ റെസ്പോണ്ട് ചെയ്യണ്ടേ? അല്ല, ജംബോ എന്ന് പറയുമ്പോ നമുക്ക് പോവാന്ന് പറയാം. പോവാ, സലാമ പറയാം. ഓക്കെ. Halo. ഹലോ Jambo. സലാമ. Sawa, karibu. പഠിച്ചു. It's okay if I can take it. It's okay. Thank you. You're welcome. ബാഗും സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോയി കേട്ടോ, ലേഡി കൊണ്ടുപോയി. ഇവിടെ ഉണ്ടല്ലോ, ഇതൊരു റെഫ്രിജറേറ്റർ ആട്ടോ. അതായത് ശരിക്കും പ്രോപ്പറായിട്ടുള്ള റെഫ്രിജറേറ്ററാണ്. കാറിൽ കുത്തിയിട്ട് ഇവിടെ ഈ പവർ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് മൊംബാസ പോകുമ്പോൾ അവിടെ നല്ല മീൻ കിട്ടും ഇത്ര. അപ്പോൾ മീൻ നൈറോബിക്ക് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്റർ കൊണ്ടുവന്നേക്കുന്നത്. കിഡിലൻ സ്ഥലം കേട്ടോ, കിഡിലൻ സ്ഥലം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു സൗണ്ടും ഇല്ല കേട്ടോ, ഒരു തരത്തിലുള്ള സൗണ്ടും ഇല്ല. ആകെ ഇങ്ങനെ ചീവീടിൻ്റെയും പിന്നെ വേറെ ഇവിടുന്ന് മൂങ്ങയുടെ പോലത്തെ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ക്യാമ്പ് സ്റ്റേ ആണ്, ടെൻറ്റാണ് കേട്ടോ. ടെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സാധാരണ ടെൻറ്റൊന്നുമല്ല, ശരിക്കും അതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ഉണ്ടോ, ശരിക്കും ഒരു റൂം പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അകത്തും അത് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അയണിങ് ക്ലോത്ത്സ് അയൺ വെച്ചിട്ടുണ്ട്, പിന്നെ കുട വെച്ചിട്ടുണ്ട്, അയൺ ചെയ്യാനുള്ള ടേബിൾ വെച്ചിട്ടുണ്ട്, അതുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ പോലെ അവിടെ തന്നെ കോഫിയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ബെഡ് വരുന്നത് കേട്ടോ, ട്വിൻ ബെഡാണ്. ടെൻ്റ് ആയതുകൊണ്ട് തന്നെ മെഷുള്ള വിൻഡോസാണ്, നമുക്ക് പുറത്തേക്കൊക്കെ കാണാം. ഓപ്പൺ ആണ് മൊത്തമായിട്ട്. മുകളിലൊരു ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മഴ പെയ്യുമ്പോൾ വെള്ളമൊന്നും ലീക്കാതിരിക്കാനായിരിക്കും, അപ്പോൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇത് ബാക്ക് യാർഡാണ്. അപ്പോൾ 2 സൈഡിലും ഡോറുണ്ട്. ബാക്ക് യാർഡിൽ വന്ന് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആഷ്ട്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടെ നിന്ന് ഹാഫ് ഒക്യുപ്പൻസി ആണെന്ന് പറഞ്ഞത്. അപ്പം എത്ര ടെൻ്റ് എന്ന് എനിക്കറിയില്ല. നമ്മുടെ 103 104 എന്നാണ് റൂം നമ്പർ. അപ്പോൾ അങ്ങളിത് ഫ്രഷ്നപ്പ് ആവാൻ വേണ്ടി വാഷ്റൂമിൽ പോയിക്കാണ്. ഇവിടെ നിന്ന് ഇതുണ്ട്, ലഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകും. അതെ കിളി നോക്കി ചേടാ, അതെന്ത് കിളിയാണ്, എന്തൊക്കെ തരം കിളികളാണെന്നറിയാം. ഇത് നേരത്തെ കണ്ടത് തന്നെ. ഇത് ഭംഗിയാണ് കാണാൻ. I can also help you
you, and then we can handshake. How are you, sir? Hello, I'm good. All is good? Yeah. Welcome to our restaurant. റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇവിടെ പൂളുണ്ട് കേട്ടോ, പൂള് കാണാൻ വേണ്ടി വന്നതാണ്. പൂൾ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ അത് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലവും അവിടെ ഒരു ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ 50% ഓക്യുപ്പൻസി ആണെങ്കിലും എല്ലാവരും സഫാരിക്ക് പോയതുകൊണ്ട് ആരുമില്ല കേട്ടോ. ഭയങ്കര പീസ് ഓഫ് മൈൻഡാണ്, ഒരു സൗണ്ട് പോലും ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഓഫ് സീസൺ ടൈമാണ്. അപ്പോൾ അത് ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയല്ല കേട്ടോ ഇവിടെ ഓഫ് സീസൺ. ഇവിടുത്തെ ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷൻ നടക്കുന്ന സമയം, മൈഗ്രേഷൻ നടക്കാത്ത സമയം. അപ്പോൾ ജൂൺ 15 മുതൽ ഡിസംബർ 31 വരെയാണ് ഇവിടെ സീസൺ ടൈം. ആ സമയത്ത് ഇവിടുത്തെ സ്ഥലങ്ങളും പ്രോപ്പർട്ടി ആയാലും പാർക്ക് ഫീ ആയാലും വണ്ടികൾക്കായാലും എല്ലാം ഒരു 30 to 50% കൂടുതലാണ് ഫീ വരിക. അതിപ്പോൾ ജനുവരി 1 മുതൽ ജൂൺ 14 വരെയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അത്രയും കുറവാണ്. നമുക്ക് ഈ മൈഗ്രേഷനിൽ ഇപ്പോൾ വൈൽഡ് ബീസ്റ്റ് ടാൻസാനിയിൽ നിന്ന് ലക്ഷക്കണക്കിന് വൈൽഡ് ബീസ്റ്റ് കെനിയയിലേക്ക് കടക്കുമ്പോഴാണ്, അതാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അത് അത്രയും വൈൽഡ് ബീസ്റ്റിനെ നമുക്ക് ഈ സമയത്ത് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അല്ലാതെ ക്ലൈമറ്റൊക്കെ ഇവിടെ എപ്പോഴും സെയിം ആയിരിക്കും, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ആകെ ഉള്ളത് ഈ മൈഗ്രേഷനിൽ നമുക്ക് അത്രയും വൈൽഡ് ബീസ്റ്റിനെ കാണാൻ പറ്റില്ല. നമുക്ക് വൈൽഡ് ബീസ്റ്റിനെ ഡെഫിനറ്റ്ലി കാണാൻ പറ്റും, പക്ഷേ അത്രയും കൂട്ടമായിട്ട് ഇതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റില്ല. പക്ഷേ പ്രെഡേറ്റേഴ്സ്, ഇപ്പോൾ സിംഹമായാലും മറ്റേ ചീത്തയായാലും അതൊക്കെ ഇവിടെ ഉണ്ടാവും. അതൊന്നും പോകുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആകെ ഉള്ളത് ഇത് റിവർ ക്രോസ് ചെയ്യുന്ന ആ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. ഈ റിവർ ക്രോസ് ചെയ്യുന്നതും നമുക്ക് നിർബന്ധമില്ല, കാണണമെന്ന് നിർബന്ധമില്ല. അത് ഭാഗ്യം പോലെ ഇരിക്കും. ഇവിടെ ഗെയിം ഡ്രൈവ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നമ്മൾ ഈ പാർക്കിൽ പോകുന്ന എല്ലാ നാഷണൽ പാർക്കിൽ പോയാലും അതൊരു ഗെയിം ഡ്രൈവാണ്. അതായത് കാണണമെന്ന് ഒരു ഉറപ്പുമില്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം, അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ഒരു ഗെയിം ഡ്രൈവിന് പോകുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും എന്തോ ബീഫ് ഇൻ ബാർബിക്യൂ സോസ്, ക്യാരറ്റ് റൈസ്, പിന്നെ ഫ്രൂട്ട് സാലഡ്, എന്തോ ഒരു സൂപ്പ്, ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണേ. ഗസ്റ്റ് കുറവായതുകൊണ്ട് ഒരു ബുഫേ ചെയ്യുന്നില്ല, അകത്തുനിന്ന് എടുത്തുകൊണ്ട് വരണം നമ്മൾ ഓർഡർ ചെയ്യണതനുസരിച്ച്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം മഴയായി തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എന്താ പറഞ്ഞ ഇവിടെ ഒരു ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, എവിടെയാണ് ആനിമൽസിനെ കാണുക, അതോ ഇപ്പോൾ കാണുമെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, കാണാം, ഉണ്ടാവും പറഞ്ഞു. ഓക്കെ, അപ്പം എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ, അല്ലേ? ബീഫൊക്കെ നല്ല ടെൻഡർ ആയിട്ടുള്ള ബീഫൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിതേ സഫാരിക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് സഫാരിയുടെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിലത്തെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് പോയിട്ട് ഇനി മൃഗങ്ങളെ കാണാൻ പറ്റുമോ പറ്റില്ലയോ, മഴ കൂടുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളൊരു ബൈ പറയോ, അവരോട് സംസാരിക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ബൈ.